ഈ പെയ്യുന്നത് വേനൽ മഴയാണ്. കഴിഞ്ഞ 2 ദിവസത്തെ മഴ കൊണ്ട് തന്നെ കേരളത്തിലെ പല പ്രദേശങ്ങളും വലിയ ദുരിതത്തിലായി. അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ കാലവർഷം എങ്ങനെയാകും? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഇത്തവണത്തെ കാലവർഷം കഠിനമാകുമെന്നാണ്. 2018ലെയും 2019ലെയും പ്രളയകാലം നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ അതിതീവ്രമായ ഒരു മഴയുണ്ടായാൽ അതിനെ നേരിടാൻ കേരളം സജ്ജമാണോ? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാത്രമല്ല, മറ്റ് സ്വകാര്യ ഏജൻസികളും ഇത്തവണത്തെ മൺസൂൺ കാലത്ത് മഴ കൂടുതൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത്. മഴ പെയ്യുന്നതിലല്ല, അതെങ്ങനെ പെയ്യുന്നു എന്നതിലാണ് ആശങ്ക. 2018ലെ പ്രളയത്തിനും പിന്നീടുണ്ടായ കൂട്ടിക്കൽ, കവളപ്പാറ, പെട്ടിമുടി ദുരന്തങ്ങൾക്കും കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് പെയ്യുന്ന വലിയ മഴയായിരുന്നു. അതായത് 24 മണിക്കൂറിൽ ഒരു വലിയ ജില്ലയിൽ ആകെ പെയ്യേണ്ട മഴ 2-3 മണിക്കൂറുകൾ കൊണ്ട് ഒരു ചെറിയ പ്രദേശത്ത് പെയ്യുന്ന സാഹചര്യം. ഇതാകട്ടെ മുൻകൂട്ടി പ്രവചിക്കാനുമാവില്ല. ചെറുമേഘസ്ഫോടനങ്ങളാണ് ഇത്തരം അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. കടലിലെ ചക്രവാത ചുഴി മുതൽ ചുഴലിക്കാറ്റുകൾ വരെ മറ്റൊരു പ്രദേശത്ത് ഇത്തരം ചെറുമേഘസ്ഫോടനങ്ങൾക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായേക്കുമെന്നാണ് വിദഗ്ധാഭിപ്രായം. മഴ മുന്നറിയിപ്പിൽ പറയുന്ന ശക്തമായ മഴ, അതിശക്തമായ മഴ എന്നൊക്കെ നമ്മൾ പറയുന്നത് 24 മണിക്കൂറിൽ എത്ര മഴ ലഭിക്കും എന്നുള്ളതിന്റെ ഒരു രീതിയിലാണ്. എന്നാൽ നമ്മൾ ഇന്റൻസിറ്റി നോക്കുമ്പോൾ, മഴയുടെ ഇന്റൻസിറ്റി നോക്കുമ്പോൾ, അതായത് മണിക്കൂറിൽ പെയ്യുന്ന മഴ എത്ര എന്നുള്ളത് നോക്കുമ്പോൾ അതിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ, അളവിലുള്ള മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാവുക. അതായത് പെട്ടെന്ന് ഫ്ലാഷ് ഫ്ലഡ് ആണ് ഉണ്ടാവുക, പെട്ടെന്ന് തന്നെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുക, അതുപോലെ നമ്മുടെ ഒഴുക്ക് ശക്തിപ്പെടുക, ലോ ലേയിങ് ആയ ഏരിയയിൽ പെട്ടെന്ന് വെള്ളം കയറുക. അത് വളരെ ഫാസ്റ്റായി നടക്കുന്നതുകൊണ്ട് നമ്മൾ മിന്നൽ പ്രളയം എന്നൊക്കെ വിളിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കടൽ ചൂട് കൂടിയ സ്ഥിതിയാണ്. ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാൻ അനുകൂലമായ സാഹചര്യം. സാധാരണ കാലവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ മൺസൂൺ കാറ്റിനെ കൂടുതൽ സ്വാധീനിക്കും. മഴ കൂടാനും സാധ്യതയുണ്ട്. നേരെ തിരിച്ച് അറബിക്കടലിലാണ് സിസ്റ്റം രൂപപ്പെടുന്നതെങ്കിൽ കാലവർഷത്തെ പ്രതികൂലമായും ബാധിക്കും. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും തുടർച്ചയായി സിസ്റ്റം രൂപപ്പെടുന്ന സാഹചര്യമാണ് പലപ്പോഴും മിന്നൽ പ്രളയത്തിലേക്ക് എത്തിക്കുന്നത്. സാധാരണ നമുക്ക് ആ പെയ്യുന്ന മഴയൊക്കെ നമ്മുടെ മണ്ണ് കുതിർക്കുന്നതിന് കാരണമാവുകയും ഇത്തരത്തിൽ വെരി ഹെവി ഇന്റൻസിറ്റിയിൽ പെയ്യുന്ന ഇത്തരം മഴകൾ അത് നിർത്താതെ പെയ്യുന്ന, അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കുന്ന സാഹചര്യവും സൃഷ്ടിക്കാറുണ്ട്. ഈ വർഷം അത് ഉണ്ടാകുമെന്നല്ല, എന്നാൽ അത്തരം സാഹചര്യങ്ങളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ വർഷവും ഒരുപക്ഷെ ഇത്തരം അപകടങ്ങളെ പ്രതീക്ഷിക്കേണ്ടി വരും. 2018ലെയും 2019ലെയൊക്കെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് കുറേ സാധാരണ തന്നെ നമുക്ക് ലഭിക്കേണ്ട മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് ചില പീക്ക് എക്സ്ട്രീമുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുള്ള ചില ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നതൊക്കെ സാഹചര്യത്തിന്റെ ഫലമായിട്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ വർഷം എബോ നോർമൽ റെയിൻഫോൾ ആണ് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് എക്സ്ട്രീമുകൾ കൂടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ആ തരത്തിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഭാഗത്തുനിന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാഗത്തു നിന്നൊക്കെ ഉള്ളത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ വേനൽക്കാലമാണ് കടന്നുപോയതും. എൽ നിനോ പ്രതിഭാസമാണ് ചൂട് കൂടാൻ കാരണമായ ആഗോള സാഹചര്യം. ഇനി നേർവിപരീത സാഹചര്യമായ ലാനിന വരാനുണ്ട്. പസഫിക് സമുദ്രജല താപനില ക്രമാതീതമായി താഴും. ചൂട് കൂടിയ വെള്ളം തിരികെ ഏഷ്യൻ മേഖലയിലേക്ക് വേഗത്തിൽ ഒഴുകും. മഴയ്ക്ക് അനുകൂല സാഹചര്യവും ഒരുക്കും. ഇത്തവണ വേനൽ കടുത്തതിനാൽ മൺസൂണിന്റെ ആദ്യഘട്ടത്തെ അധികം ഭയക്കേണ്ടതില്ല. മണ്ണിലും ജലസ്രോതസ്സുകളിലുമൊക്കെയായി വെള്ളം സംഭരിക്കപ്പെടും. അതേസമയം ആദ്യഘട്ടം കഴിയുന്നതോടെ ജലാശയങ്ങളെല്ലാം നിറയുന്ന സാഹചര്യമുണ്ടായാൽ ഓഗസ്റ്റിന് ശേഷമുള്ള മഴയെ നാം കരുതലോടെ കാണണം.